Hi friends, welcome to anistechfactory. ഇന്ന് സ്വാദിഷ്ടമായ ഓയിൽ അധികം ഉപയോഗിക്കാത്ത ചിക്കൻ കൊണ്ടുള്ള ഒരു ടിബറ്റൻ ഡിഷായ മോമോസ് ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ മൈദ 1 കപ്പ്, ഉപ്പുപൊടി, വെള്ളം, സൺഫ്ലവർ ഓയിൽ. ഇത്രയും നമുക്ക് മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് ബോൺലെസ് ചിക്കൻ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു വലിയ സവാള നന്നായി കൊത്തിയരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിന് നമ്മളൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മല്ലിയില കുറച്ച്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിന് വേണ്ട മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ നമുക്ക് അരച്ചെടുക്കണം. അതിന് ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മോമോസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാനുള്ളതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. കടായി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതൊത്തിരി വഴന്നു വരേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ വെന്തോളും. ഇതിലേക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മിക്സ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇത് ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, നമുക്ക് വേറൊന്നും ചെയ്യേണ്ടതില്ല. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ടേബിൾ ടോപ്പിലിട്ട് തന്നെ നന്നായി പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഡിഫറെൻറ്റ് സൈസിലുള്ള 3 പാത്രങ്ങളെടുത്ത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വലിപ്പം അനുസരിച്ച് സെൻറ്റർ ഭാഗത്തു നിന്ന് ഒന്നിൻ്റെ മുകളിൽ ഒന്നായി നിരത്തി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം. ഇത് സാവകാശം ഇതുപോലെ മടക്കിയെടുക്കാം. ഈ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഒരു റോസിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഈ മോമോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ മോമോസ് എല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു സ്റ്റീമറിലേക്ക് മാറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് മാറ്റാം. ഇത് ഇനി ഒരു 20 നിമിഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, 3 വറ്റൽമുളക്, 4 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഇതിലേക്ക് തക്കാളി, വറ്റൽമുളക്, വെളുത്തുള്ളി ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 നിമിഷമായി. ഇപ്പോൾ നമ്മുടെ സോസിനുള്ളതെല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
ഇത് ആറിയതിന് ശേഷം തക്കാളിയുടെ തൊലിയെല്ലാം നല്ലതുപോലെ കളയണം. കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവ് ബാലൻസ് ചെയ്യുന്നതിന് അല്പം പഞ്ചസാരയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. മോമോസ് നല്ല കുക്കായിട്ടുണ്ട്. ഒരു 20 നിമിഷം എടുത്തു ഇത് വേവുന്നതിന് വേണ്ടിയിട്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബോയിൽ ചെയ്തതും ഓയിൽ കണ്ടൻറ്റ് കുറവുള്ളതുമായ ഈ ഡിഷ് എരിവുള്ള ഈ സോസിന് വളരെ നല്ല കോമ്പിനേഷനാണ്. വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, until then, see you in the next video.